ലോകം ഒരു വൻ പോരിന്റെ വക്കിൽ ശ്വാസം അടക്കി പിടിച്ചു നിൽക്കുകയാണ്. പശ്ചിമേഷ്യൻ കടലെടുക്കുകളിൽ നിന്നും ഉയരുന്നത് വെറും യുദ്ധഭീഷണികൾ മാത്രമല്ല, മറിച്ച് മുഴുവൻ ലോകത്തെയും തകർത്തെറിയാൻ ശേഷിയുള്ള സാമ്പത്തിക ഉപരോധത്തിന്റെയും രാഷ്ട്രീയ വാശിയുടെയും അഗ്നിജ്വാലകൾ തന്നെയാണ്. ഹോർമൂസ് കടലെടുക്ക് ലോകത്തിന്റെ എണ്ണ ആവശ്യങ്ങളുടെ നട്ടെല്ലായ ആ തന്ത്രപ്രധാനമായ സമുദ്രപാത ഇപ്പോൾ അമേരിക്കൻ നാവികസേനയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ആ വഴി വന്ന 65ഓളം കപ്പലുകളാണ് US സെൻട്രൽ കമാൻഡ് ബലമായിട്ട് വഴി തിരിച്ചു വിട്ടത് എന്ന ഞെട്ടിക്കുന്ന കണക്കുകൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മാത്രം മറ്റൊരു കപ്പൽ കൂടി അവരുടെ കൈകളിൽ അകപ്പെട്ടു തിരിച്ചു പോയിരിക്കുന്നു. ജൂലൈ 14 ഇറാനിയൻ തുറമുഖങ്ങളിലേക്കുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും തടഞ്ഞുകൊണ്ട് അമേരിക്ക തങ്ങളുടെ നാവിക ഉപരോധം കൂടുതൽ കടുപ്പിച്ച ആ കറുത്ത ദിനം. അന്നു മുതൽ ആ കടൽ ശാന്തമേയല്ല. ചൊവ്വാഴ്ച വീണ്ടും 10 വാണിജ്യ കപ്പലുകൾക്ക് മാത്രമാണ് ആ വഴി കടന്നുപോകാൻ അനുമതി ലഭിച്ചത്. ഒരു കടലെടുക്കിലൂടെയുള്ള സർവ്വഗതാഗതവും നിശ്ചലമാകുമ്പോൾ തകരുന്നത് ഒരു രാജ്യത്തിന്റെ മാത്രം പ്രതീക്ഷകളല്ല, ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡി തന്നെയാണ്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് യാതൊരുവിധ കുലുക്കവും അപ്പോഴുമില്ല. ഇറാനുമായുള്ള എല്ലാ നയതന്ത്ര ചർച്ചകളും വഴിമുട്ടി നിൽക്കുമ്പോഴും തന്റെ ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് പ്രഖ്യാപിക്കുന്നത് അങ്ങേയറ്റം ആത്മവിശ്വാസങ്ങളായിരുന്നു. ഇറാനുമായി നിലവിൽ യാതൊരു ചർച്ചയും നടക്കുന്നില്ല, ഇനി അതിനായി തീരുമാനിച്ചിട്ടുമില്ല. ഞങ്ങളുടെ നാവികോപരോധം അതിന്റെ പൂർണ്ണ ശക്തിയിൽ തന്നെ തുടരുമെന്നും ഹോർമൂസ് കടലെടുക്ക് ഇപ്പോൾ തങ്ങളുടെ മാത്രം നിയന്ത്രണത്തിലാണെന്നും തടസ്സങ്ങൾ പലതുണ്ടെങ്കിലും തങ്ങളുടെ സേനയുടെ കരുത്തിൽ അവിടെ നിന്നും സുരക്ഷിതമായിട്ട് എണ്ണ പുറത്തെത്തിക്കാൻ കഴിയുമെന്നും ട്രംപ് വാദിക്കുന്നുണ്ട്. അവിടം കൊണ്ടും തീരുന്നില്ല ട്രംപിന്റെ മുന്നറിയിപ്പുകൾ. ഇത് ഇറാനെതിരെയുള്ള മാത്രം യുദ്ധമല്ല, ഇറാനെ സഹായിക്കുന്ന, ഇറാനുമായി വ്യാപാര ബന്ധം പുലർത്തുന്ന ഏതൊരു രാജ്യത്തിനെതിരെയും ഇതുവരെ ലോകം കാണാത്ത വിധത്തിലുള്ള കടുത്ത സാമ്പത്തിക ഉപരോധം അഴിച്ചുവിടുമെന്നാണ് ട്രംപിന്റെ പുതിയ ഭീഷണി. ഇറാൻ ഒരു കരാറിലെത്താൻ ഞാൻ മികച്ച അവസരം നൽകിയിരുന്നതാണെന്നും എന്നാൽ അവർ അത് പ്രയോജനപ്പെടുത്തിയില്ല എന്നും അതുകൊണ്ട് ഇനി കടുത്ത സാമ്പത്തിക ഉപരോധവും ഒറ്റപ്പെടുത്തലും മാത്രമായിരിക്കും അവർക്ക് മുന്നിലുള്ള ഏക വഴിയെന്നും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. ധനകാര്യ സ്ഥാപനങ്ങൾ, വ്യാപാരികൾ, വിമാനത്താവളങ്ങൾ, സർക്കാരുകൾ ഇറാന് സാങ്കേതികമായോ സാമ്പത്തികമായിട്ടോ എന്തെങ്കിലും സഹായം നൽകിയാൽ അവരെല്ലാം വിറപ്പിക്കും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ആക്കിയത്. ചൈന, തുർക്കി, ജർമ്മനി, ദക്ഷിണ കൊറിയ, ജപ്പാൻ തുടങ്ങിയ ലോകത്തിലെ വമ്പൻ രാജ്യങ്ങൾ ഇന്ന് ഏതു നിമിഷവും വീഴാവുന്ന ഈ സാമ്പത്തിക യുദ്ധത്തിന് നിഴലിൽ നിൽക്കുകയാണ്. ഇറാൻ ഒരിക്കലും ഒരു ആണവായുധം നിർമ്മിക്കാൻ അനുവദിക്കില്ല എന്നും ഈ പോരാട്ടത്തിൽ സഖ്യകക്ഷികളെല്ലാം തങ്ങളോടൊപ്പം നിൽക്കണമെന്നും ട്രംപ് ആഹ്വാനം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇറാന്റെ മറുപടി എന്തായിരുന്നു എന്ന് കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അമേരിക്കയുടെ ഈ ഭീഷണിക്ക് മുന്നിൽ തലകുനിക്കാൻ അവർ തയ്യാറല്ല, ഒരിക്കലും അവർ തയ്യാറല്ല എന്ന് തന്നെ അടിവരയിടേണ്ടതുണ്ട്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാങ്ചി എക്സിലൂടെ നൽകിയ മറുപടി ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. ഈ സാമ്പത്തിക യുദ്ധത്തിലും അമേരിക്ക തോൽക്കുക തന്നെ ചെയ്യും. സ്വന്തം രാജ്യത്ത് കുതിച്ചുയരുന്ന ഭീമമായ കടത്തിൽ നിന്നും പലിശ നിരക്കുകളിൽ നിന്നും സ്വന്തം ജനങ്ങളുടെ ശ്രദ്ധ തന്നെ തിരിച്ചുവിടാൻ അമേരിക്കൻ പ്രസിഡന്റ് നടത്തുന്ന വെറുമൊരു നാടകമാണ് ഇതെന്നാണ് ഇറാന്റെ ആരോപണം. പരാജയപ്പെട്ട പഴയ നയങ്ങൾ വീണ്ടും വീണ്ടും നടപ്പിലാക്കുന്നത് അമേരിക്കയെ കൂടുതൽ വലിയ പരാജയങ്ങളിലേക്ക് മാത്രമേ നയിക്കൂ എന്നും അബ്ബാസ് അറാങ്ചി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടേത് വെറുമൊരു ഉപരോധമല്ല, അത് ലോക സമ്പദ് വ്യവസ്ഥയ്ക്കും രാജ്യങ്ങളുടെ പരമാധികാരത്തിനും മേലുള്ള സാമ്പത്തിക ഭീകരവാദമാണ് എന്ന് ഇറാൻ തുറന്നടിക്കുന്നു. ഒരു വശത്ത് തങ്ങളുടെ സൈനിക സാമ്പത്തിക ശക്തി ഉപയോഗിച്ച് ലോകത്തെ മുഴുവൻ വിരൽത്തുമ്പിൽ നിർത്താൻ ശ്രമിക്കുന്ന അമേരിക്ക, മറുവശത്ത് തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ അവസാന ശ്വാസം വരെ പോരാടുമെന്ന് പ്രഖ്യാപിക്കുന്ന ഇറാൻ. സമുദ്രത്തിൽ പുകയുന്ന ഈ തീപ്പൊരി നാളെ ലോകമാകെ പടർന്നു പിടിക്കാൻ ഒരുങ്ങുകയാണ്.